പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള 38ാമത്തെ യോഗ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനാധാരമായി 1 തെസ്സലോനിക്ക ലേഖനം 5:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ കർത്താവിൻ്റെ നാളിനെ കുറിച്ചാണ്, കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ നമ്മൾ പറയുന്ന സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ വചനം പറയുന്നു, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കണം. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ സുബോധമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 7ാം വാക്യം പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. അപ്പൊ നമ്മളോട് ശക്തമായിട്ടുള്ള ദൂത്, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് നമ്മളോട് പറയണം. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. അപ്പൊ നമ്മൾ സുബോധത്തോടെ ജീവിച്ചാൽ മാത്രമേ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് വചനം കൃത്യമായിട്ട് പറയുന്നു. ഈ സുബോധത്തെ കുറിച്ച് പറയുമ്പോൾ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും വൃദ്ധന്മാരോടും ഒക്കെ സുബോധമുള്ള, ദൈവദാസന്മാരോടൊക്കെ സുബോധമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, തീത്തോസിന്റെ ലേഖനം അതിന്റെ 2ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും, കണ്ട അവിടെയും സുബോധമുള്ളവരായിരിക്കണം എന്ന് പറയുക, പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കാൻ പ്രബോധിപ്പിക്കുക. അപ്പോൾ കല്യാണം കഴിച്ച യൗവനക്കാരിയായ സ്ത്രീകൾ എന്ത് ചെയ്യണം? 7 ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി യൗവന യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. അപ്പൊ യൗവനക്കാർക്കും എന്തിനും സുബോധം വേണം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കുക. ഉപദേശത്തിൽ